ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 3 ശ്രീകണ്ഠപുരത്ത് സ്വീകരണം നൽകും. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ മാസ്റ്ററാണ് വടക്കൻ മേഖല ജാഥ നയിക്കുന്നത്. ഫെബ്രുവരി 3 വൈകിട്ട് 4 മണിക്കാണ് ജാഥയ്ക്ക് ശ്രീകണ്ഠപുരത്ത് സ്വീകരണം ഒരുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF 3 മേഖലാ ജാഥകളാണ് നടത്തുന്നത്. ജാഥയ്ക്ക് നാളെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തുടക്കമാകും. കുമ്പളയിൽ വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. LDF സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യം. ഫെബ്രുവരി 2 മുതൽ 15 വരെയാണ് ജാഥ നടക്കുക. വികസന മുന്നേറ്റ ജാഥയുടെ ശ്രീകണ്ഠപുരത്തെ സ്വീകരണത്തിന് മുന്നോടിയായി ശ്രീകണ്ഠപുരം പട്ടണത്തിലേക്ക് LDF വിളംബര ജാഥ നടത്തി. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച് ശ്രീകണ്ഠപുരം ടൗണിൽ സമാപിച്ചു. ധിക്കാരം നിറഞ്ഞ സമീപനം, കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ കേന്ദ്ര ഭരണകക്ഷിക്ക് ചൂട്ടുപിടിക്കുന്ന നിലയിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളാകെ അട്ടിമറിക്കുന്ന സമീപനം തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇതിനെയെല്ലാം വെപ്രാളപ്പെടുത്ത ഒരേ ഒരു കാര്യം, ഈ വർഷം ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ചരിത്ര വിജയം ആവർത്തിക്കുമോ എന്നും ഒരു മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിലെത്തുമോ എന്നുള്ള ഭയമാണ് ഈ പിന്തിരിപ്പൻ വലതുപക്ഷ ശക്തികളെ ആകെ ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠപുരത്ത് നടന്ന വിളംബര ജാഥയ്ക്ക് അഡ്വക്കേറ്റ് MC രാഘവൻ, M കരുണാകരൻ, ശശിധരൻ, രാമചന്ദ്രൻ, PK മധുസൂദനൻ, രവീന്ദ്രൻ, BB സേവി എന്നിവർ നേതൃത്വം നൽകി.